ഭക്ഷണം കഴിഞ്ഞ് അവർ നേരെ വന്നിറങ്ങിയത് അവരുടെ വാടക വീടിൻ്റെ മുന്നിലായിരുന്നു. വീടിനകത്ത് കയറിയ അവൾ അതിനകത്തെ അടുക്കും ചിട്ടയും കണ്ട് ഒന്ന് അമ്പരന്നു. അവൾ ആദരവോടെ അവനെ നോക്കി. അവൾക്ക് ഇഷ്ടപ്പെടാനേ സാധ്യതയുള്ളൂ എന്ന് അവന് മനസ്സിലായി. ബെഡ്റൂമിൽ ചെന്നു. 2 സിംഗിൾ കട്ടിൽ, നടുവിലൊരു ചെറിയ ടേബിൾ, അതിലൊരു ഫ്ലവർ വൈസും ഉണ്ടായിരുന്നു. മഞ്ഞപ്പൂക്കളായിരുന്നു അതിൽ. മഞ്ഞ കളർ അവൾക്കിഷ്ടമാണ് എന്നറിഞ്ഞ് വെച്ചതാണെന്ന് അവൾ ഊഹിച്ചു. കിച്ചണിൽ ഗ്യാസ് സ്റ്റവ് കണ്ട് അവൾക്കിഷ്ടമായി. ഓൺ ചെയ്യുമ്പോൾ തന്നെ കത്തുന്നു. മൈക്രോ ഓവൻ, ഫ്രിഡ്ജ്, മിക്സി എല്ലാം യഥാസ്ഥാനത്തിരിക്കുന്നു. ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം അനുജത്തി വിനീഷയുടെ കരവിരുതാണ്. ഓഹോ, അവൾ വിനീഷയെ വിളിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ എത്തി. നീ ഒന്ന് വരാമോ? നാളെ വരേണ്ടതല്ലേ? 10 മണിക്ക് കാണാം കേട്ടോ. അവൾ ഫോൺ കട്ടാക്കി. അവൻ പറഞ്ഞു, വിനീഷ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ? എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷേ ശ്രീധനം എന്ന വില്ലനുണ്ടാകും. അതെനിക്കിഷ്ടമില്ല. അവൻ തുടർന്നു. തന്നെ ഇഷ്ടമാണെന്നറിഞ്ഞാൽ പെണ്ണ് കാണലായി, നിശ്ചയമായി, ശ്രീധനം വാങ്ങലായി, പിന്നെ ജീവിതം ജയിലിലാകും. നിൻ്റെ അപ്പനോ പാവം വീണ്ടും 16 വർഷം ഗൾഫിൽ പോകേണ്ടി വരും. നീ വീട്ടിൽ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? അവൻ ചോദിച്ചു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യനെ വിവാഹം ചെയ്തോട്ടെ എന്ന്. അമ്മ പറഞ്ഞു IAS-കാരനോ IPS-കാരനോ അച്ഛൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടെന്താ? എന്നെ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളോ? അല്ല, ഞാൻ രാവിലെ ഒളിച്ചോടി പോകുമെന്നും പറഞ്ഞു. നീ ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞോ? എന്തിനു പറഞ്ഞു? അമ്മ എന്തെങ്കിലും കടുംകൈ ചെയ്താലോ? എന്ത് കടുംകൈ? അവൾ നീരസത്തിൽ പറഞ്ഞു. വിഷം കഴിക്കുകയോ ഞരമ്പ് മുറിക്കുകയോ മറ്റോ ചെയ്താലോ? പൂച്ചകളും പട്ടികളും അല്ലാതെ മനുഷ്യരാരും ഇപ്പോൾ അവിടെ ഇല്ല. വിനു സാധ്യത വെളിപ്പെടുത്തി. നീ എന്നെ പേടിപ്പിച്ചാലോ? അവൻ അവളോടായി പറഞ്ഞു. ഒളിച്ചോടി തനി നിറം കാണുമെന്ന് അമ്മ പറഞ്ഞില്ലേ? ദേഷ്യപ്പെടലല്ലാതെ ഒന്നും അമ്മയ്ക്ക് ചെയ്യാനറിയില്ല. ടാക്സി വിളിക്കാൻ അവർ നിന്നില്ല. വഴിയിൽ കണ്ട ആട്ടോറിക്ഷയിൽ അവർ ഇരുവരും കയറി. ഡോർ ബെല്ലിൽ വിരലമർത്തി. എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടു. പരിഭ്രാന്തിയായി അവൾ തട്ടിക്കൊണ്ടേയിരുന്നു.